കോഴിക്കോട് കുറ്റ്യാടി മലയോര മേഖലകളിലെ കർഷകരെയും കൈയൊഴിയുകയാണ് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിലെ പ്രധാന കൃഷിയായ ഗ്രാമ്പു, ജാതി, കൊക്കോ തുടങ്ങിയവയുടെയൊക്കെ ഉൽപ്പന്നം വിതരണം ചെയ്തിട്ടും അതിന്റെ ഉൽപ്പാദനമൊക്കെ 10-1 കുറഞ്ഞിട്ടും കർഷകർക്ക് വേണ്ട ധനസഹായം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവികളുടെ ആക്രമണവും മൂലമാണ് മലയോര മേഖലകളിലെ കർഷകരുടെ ഗ്രാമ്പു, ജാതി, കൊക്കോ അടക്കമുള്ളവയുടെ ഉൽപ്പാദനം 10 മടങ്ങായി കുറഞ്ഞത്. ഇതോടെയാണ് മലയോര മേഖലയിലെ കർഷകരിൽ മിക്കവരും ഗ്രാമ്പു കൃഷി ചെയ്യുന്നതിലേക്ക് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ മികച്ച വരുമാനം ഗ്രാമ്പു കൃഷിയിലൂടെ കർഷകർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കേരളത്തിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമ്പു കൃഷി ചെയ്യുന്ന ഇടമായി കാവിലുംപാറ മലയോര മേഖലകൾ മാറി. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി വിളവ് കുറഞ്ഞത് കർഷകർക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കൃഷിയായത് ഗ്രാമ്പു. അതുകൊണ്ട് ഗ്രാമ്പു ഇവിടെ ഈ മലയോര മേഖലയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. അതിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. പറിച്ചാൽ മുതലാകാത്ത സ്ഥിതിയാണ്. വളരെ പൂവില്ല, കൂലി കൊടുക്കാനാകുന്നില്ല. ഇത് പറിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു 1000-1200 രൂപ വരെ കൂലിച്ചെലവ് വരും. അപ്പോൾ അത് കൊടുത്തിട്ട് പറിച്ചാൽ ഒരു തരത്തിലും കർഷകന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മഴക്കൂടുതലും കാലം തെറ്റിയുള്ള മഴയുമൊക്കെയാണ് ഗ്രാമ്പു കൃഷിയെ ബാധിച്ചത്. ഗ്രാമ്പു കൂടാതെ ജാതി, കൊക്കോ, അടക്ക, നാളികേരം തുടങ്ങിയ കൃഷിയിലും വിളവ് നന്നായി കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലം 30 കിൻഡൽ ഗ്രാമ്പു കിട്ടിയ സ്ഥലത്ത് ഇക്കൊല്ലം 3 കിൻഡൽ പോലും ഗ്രാമ്പു കിട്ടാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. പണികളും അതിൻ്റെ ചെലവുകളും ഒക്കെ തന്നെയും കഴിഞ്ഞ വർഷം നടത്തിയ പോലെ തന്നെ ഈ വർഷവും നടത്തണം, അടുത്ത വർഷവും നടത്തണം. എത്ര മടങ്ങ് ലോസാണ് കർഷകർക്ക് വരിക? എങ്ങനെ കർഷകർക്ക് കൃഷി കൊണ്ടു നടക്കാൻ പറ്റും? ഇക്കൊല്ലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കൊക്കോ ഇല്ല, ജാതിയില്ല, കുരുമുളകില്ല, അടക്കയില്ല. അടക്ക മുഴുവൻ മഹാൽ പിടിച്ചുപോയി. തെങ്ങിൽ തേങ്ങയുമില്ല. ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് കർഷകർ ജീവിക്കുന്നതെന്ന് പോലും ഇവിടുത്തെ ഭരണാധികാരികളോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോ അന്വേഷിക്കുന്ന പോലുമില്ല. കിടപ്പാടം പണയം വെച്ച് ലോൺ എടുത്താണ് പല കർഷകരും കൃഷിയിലേക്ക് ഇറങ്ങിയത്. കാര്യമായ വിളവ് ലഭിക്കാതായതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ജനം, കോഴിക്കോട്.